ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിക്കടുമ്പ്. ഇറച്ചിക്കടുമ്പ് പറഞ്ഞാൽ ആണപ്പത്തിലെന്ന് പറയും, കുഞ്ഞപ്പം എന്നും പറയും. ഓരോ നാട്ടിൽ ഓരോ ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയില്ല ഇറച്ചിക്കടുമ്പ്. അപ്പം 1 കിലോ ബീഫ്, 4 പച്ചമുളക്, 2 തക്കാളി, 1 ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 കായ് വെളുത്തുള്ളി, അതായത് ഒരു ഉണ്ടയിലെ ആ വെളുത്തുള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതെല്ലാം ഒരേപോലെ വേണം. പിന്നെ ഒരു തേങ്ങ, ചെറിയൊരു തേങ്ങ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുക്കർ ഗ്യാസിൽ വെച്ച് കത്തിച്ച് കൊടുക്കുക. ചൂടാവുമ്പം ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പാത്രത്തിൽ, അതങ്ങനെ പൊട്ടുന്നു. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ലോണം ചുവന്ന കളറാവണ്ട, ഒന്ന് വാടിയാൽ മതി. ഉള്ളി ചെറിയ ഉള്ളി എടുത്തത് തേങ്ങക്കറി ആയതുകൊണ്ട് മധുരം വരും, അതുകൊണ്ട് ചെറിയ ഉള്ളി മതി. തേങ്ങ എല്ലാം നമ്മൾ കറി വെക്കും. പിന്നെ ഇത് ബീഫിലും ഉണ്ടാക്കാം, ചിക്കനിലും ഉണ്ടാക്കാം ഇതേപോലത്തെ അപ്പം. ഉള്ളി വാടി വന്ന് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്ത് ഇത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമെല്ലാം മാറി ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടണക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണം. തക്കാളി പെട്ടെന്ന് വാടി കിട്ടും. മഞ്ഞൾപ്പൊടി ഇട്ട് 1 സ്പൂൺ ഉപ്പ് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലോണം വഴന്ന് വന്ന് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ആദ്യം മല്ലിപ്പൊടിയുടെ മണം മാറുമ്പോൾ ബാക്കി എല്ലാ പൊടിയും ഒന്നിച്ചിട്ട് കൊടുക്കാം. ആ പച്ചമണം മാറിയിട്ടാകുമ്പോൾ എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ബീഫ് ഇട്ട് കൊടുക്കാം, ഒഴിച്ച് കൊടുക്കണം. വെള്ളം വെന്ത് വരുമ്പോൾ വെള്ളം ആവും. ഇത്രേ വെള്ളം വേണ്ടു. ഇറച്ചി വെന്ത് വരുമ്പം വെള്ളമാവും, അതുകൊണ്ട് ഇത്രേ വെള്ളം വേണ്ടു. അപ്പം ഇത് അടച്ച് വെക്കുമ്പം 2 മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം, പിന്നെ നല്ല തീ കൂട്ടി വെക്കാം. ചെറിയ തീയിൽ 2 മിനിറ്റ് വെച്ചിട്ട് പിന്നെ തീ കൂട്ടി വെക്കാം. 4 വിസിൽ മതി. തേങ്ങ വറുത്തെടുത്തിട്ട് വരാം. വറുത്തരക്കണം, ആദ്യം വറുക്കുക. ഒരു പാത്രം തീമ വെച്ച് ഇതിൽ കുറച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടാകുമ്പം വലിയ ജീരകം 1/2 സ്പൂണ്, ഇത് 1 സ്പൂണൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതി. ജീരകം പൊരിഞ്ഞു വരുമ്പം നേരത്തെ എടുത്ത കരിവേപ്പിൻ്റെ പകുതി കറിവേപ്പില ഇടാം. എണ്ണ അധികം വേണ്ടവർക്ക് അധികം ഒഴിക്കാം. പിന്നെ ഇറച്ചി മസാല ആക്കുമ്പോൾ എണ്ണ ഒഴിച്ച് പിന്നെ തേങ്ങ ഇടുന്നുണ്ടാകുന്ന എണ്ണ കുറച്ചത്. ഇപ്പോൾ കറിവേപ്പില പൊരിഞ്ഞു വരുമ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലോണം ചുവന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് കടുമ്പിനില്ല അരി അരക്കണം. പച്ചരി അരച്ചെടുക്കണം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ചെറിയ തീയിലാക്കി വെച്ചിട്ട്. ഇത് 2 ഗ്ലാസ് പച്ചരി കഴുകിയെടുത്ത് വെച്ചതാണ്. അപ്പം അതിനാവശ്യത്തിൻ്റെ ഉപ്പിട്ടിട്ട് അരച്ചെടുക്കണം. ഇത് 1/2 കിലോ പച്ചരി അരച്ചെടുത്തത്. ഇതിലേക്ക് റേഷൻ അരി പൊടിച്ചത് ഒരു 2 ഗ്ലാസ് ഇട്ട് കൊടുക്കണം. അതായത് പച്ചരി അരച്ചത് റേഷനരി പൊടിച്ച റേഷനരി മാത്രമാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചരി ആകുമ്പോൾ കുറച്ച് ഉറപ്പ് കിട്ടും. പിന്നെ സാധാരണ റേഷനരി മാത്രം അരച്ചിട്ട് ആക്കുമ്പം ഉറപ്പ് കിട്ടും. പൊടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ടേസ്റ്റ് ഉണ്ടാകാത്തതുകൊണ്ടാണ് പച്ചരി കൂട്ടുന്നത്. പിന്നെ ഇതിലേക്ക് എല്ലാവരും ഉള്ളി ജീരകം തേങ്ങ ഇടലുണ്ട്. പക്ഷേ നമ്മൾ കറിയിലെല്ലാം ഇടുന്നതുകൊണ്ട് ഇതിലേക്ക് ഇടുന്നില്ല. എല്ലാം ടേസ്റ്റ് ഉണ്ടാവും. അരിപ്പൊടി ഇടുന്നതുകൊണ്ട് കുറച്ചധികം വെള്ളമാക്കിയിട്ട് അരച്ചെടുക്കണം. അരച്ചിട്ട് വെള്ളം കൂട്ടിയാൽ മതി.
അരച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് അരിപ്പൊടി ഇടുമ്പോൾ തന്നെ കുറച്ച് ഉറപ്പിൽ കിട്ടുന്നത് ശരിക്ക് കൈയും കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വറുക്കാൻ വെച്ച തേങ്ങ ചുവന്ന് വരുന്നത്ര ആയിട്ടില്ല. പിന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമാക്കുക, അത് അപ്പച്ചമ്പ ചെറിയ അതിൽ വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ചെറിയ അപ്പങ്ങളാക്കിയിട്ട് വെക്കണം. അതിന് ഒരു കൊട്ട എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറിയ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അപ്പച്ചമ്പൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കടുംബെല്ലാം റെഡിയായി മൂടി വെച്ച് ഇനി അടുപ്പിൽ വെച്ചിട്ട് വേവിക്കണം. തേങ്ങ വറുത്തെടുത്ത് ഇനി അരച്ചെടുക്കണം. ഇത് ബീഫ് വെന്ത് ഇറച്ചി നല്ല വൃത്തിയിൽ വെന്ത് കിട്ടി. ഇതിലേക്ക് തേങ്ങ ഒഴിച്ചെടുക്കണം. കുറച്ച് തേങ്ങ ഒഴിച്ച വേവ് മാത്രമേ ബാക്കിയുള്ളൂ. തേങ്ങ ഒഴിച്ച് നല്ലോണം വെള്ളം ചേർക്കണ്ട, കുറച്ച് കട്ടിയിൽ, ഇതേ കട്ടിയിൽ വേണം. നമ്മളെ കറി റെഡിയായി. ഇനി കടുമ്പാവണം. കടുമ്പ് വേവുന്നുണ്ട്. കടുമ്പ് വെന്ത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇങ്ങനെ ആക്കിയാൽ കടുമ്പ് തമ്മിൽ ഒട്ടിപ്പിടിക്കൂല. പച്ചരി അരച്ചിട്ട് അരിപ്പൊടി ഇട്ടാക്കിയാൽ കടുമ്പ് തമ്മിൽ ഒട്ടിപ്പിടിക്കൂല. പിന്നെ ഒരുപാട് മിസ്റ്റേക്ക് വരും. ആദ്യമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ടാകും, എല്ലാവരും ക്ഷമിക്കണം. കടുമ്പിന് ആവശ്യമുള്ള കറി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇളക്കി കൊടുക്കണം. നേരത്തെ എടുത്ത ബാക്കി കറിവേപ്പില ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടുപ്പിൽ വെക്കണം. അങ്ങനെ നമ്മളെ ഇറച്ചിക്കടുമ്പ് റെഡിയായി.